പക്ഷെ നിന്നെ ആരും തിരിച്ചറിയരുതെന്ന് പറഞ്ഞു. ഇരുട്ടാകുന്നതിന് മുമ്പ് അവിടെ തുടങ്ങിയിരിക്കണം. പൊളിക്കണം. ए कौन है तू? എന്താടാ ഇങ്ങനെ നോക്കണ്ട? പുറത്തേക്ക് പോകാൻ കഴിയാന്നറിയാതെ ഞാൻ 12 വർഷമായി കാത്തിരിക്കുക. നിന്നെ പോലെ ചില അലവലാദികൾ വരുന്നു, ഞാൻ അവരെ അടിക്കുന്നു, ജയിൽ എക്സ്റ്റൻഡ് ആവുന്നു. എന്തിനാടാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? രാവിലെ സെല്ല് തുറക്കുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. എനി ടൈം എപ്പോൾ തല്ലണം തോന്നിയാലും ഞാൻ റെഡി. എന്താടാ?
കൊന്ന് പീസാക്കി കളയോടാ നിന്നെയൊക്കെ. എന്താടാ ഇതൊക്കെ? എന്താ പറ്റിയേ? ആരാ അടിച്ചത്? ബാത്റൂമിൽ തെന്നി വീണ സാർ. ഇത് ഞാൻ വിശ്വസിക്കണോ? സത്യമാ സാർ, വീണതെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ വിട്ടേക്ക് സാർ. നമസ്കാരം സാർ. അവരെന്നോട് പറഞ്ഞില്ലെന്ന് വിചാരിച്ച് സത്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോടാ. നീയല്ലേ അവരടിച്ചത്? നീ നല്ലവനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തിനാ നീ ഇത് ചെയ്തത്? സാർ, ഞാൻ നല്ലവനാണെന്ന് ഞാനും കരുതുന്നില്ല സാർ. മറ്റുള്ളവർക്ക് നല്ലവനാണെന്ന് തോന്നണമെങ്കിൽ അത്രയും ഇൻസിഡൻസ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നാൽ മോശക്കാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ സാർ. ഞാനത്ര വിചാരിക്കുന്നുള്ളൂ. ഇത്ര വർഷങ്ങളായിട്ട് നിന്നെ കാണുന്ന എനിക്ക് നിന്നെക്കുറിച്ച് അറിയില്ലടാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടേക്ക് നീ വരരുത് ഒരിക്കലും. ഇല്ല സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നാടാകെ ഡെവലപ്പ് ആയിരിക്കുന്നല്ലോ അളിയാ. അതിരിക്കട്ടെ, എങ്ങോട്ടാ? അമ്മയെ കാണോടാ. ഇത് തന്നെയാണോ? അതേടാ. ശരിക്കും ഇത് തന്നെയാണല്ലോ. സ്ഥലം ഇത് തന്നെയാ, പക്ഷെ ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്. വീട് ഇവിടെ എവിടെയോ ആയിരുന്നു. അവിടെ ആയിരുന്നു സ്കൂള്, ഇവിടെ അമ്പലം. അമ്പലം ഇവിടെയോ? അതേനെ, ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ വീട്. ആരുമില്ലേ? ആരെ കാണാനാ മോനെ? ഇതിനു മുമ്പ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ലേ? ലക്ഷ്മി എന്നൊരു അമ്മയുണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ, ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് 10 വർഷമായി. ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അവരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ. തീയതിയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 20-ാം തീയതി ആണെങ്കിൽ ഓക്കെ, എമിറേറ്റ്സ് ബുക്ക് ചെയ്യാം. ആ, എന്തുവേണം സർ? അമ്മ എവിടെ? എന്താ? എന്റെ അമ്മ എവിടെയെന്ന്. എപ്പോഴാടാ മോനെ നീ ഇറങ്ങിയത്? ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ പോയി. അവിടെ വീടുമില്ല, അമ്മയില്ല. എന്റെ അമ്മ എവിടെ? നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗം വെറുതെ ആയിപ്പോയടാ. നീ പോയി അധികം താമസിയാതെ നിന്റെ അമ്മ മരിച്ചു. ആ പാവസേട്ട് ധാരാളം പണം ചെലവാക്കിയെങ്കിലും പ്രയോജനമില്ലാതായിപ്പോയി. ആ ചെറുപ്രായത്തിൽ നിന്നെ ഇത് അറിയിച്ച് കൂടുതൽ വിഷമിപ്പിക്കണമെന്ന് കരുതിയ ഞാൻ അറിയിക്കാതിരുന്നത്. എന്നോട് ക്ഷമിക്കും. താനിപ്പോ ഇങ്ങനെ പറഞ്ഞ ആ ട്രാവൽ ഏജൻസിക്കാരോട് ഞാൻ എന്താ പറയേണ്ടത്? ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. നാശം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്ലാൻ? അറിയില്ല അങ്കിൾ. ബാങ്കോക്കിൽ എനിക്കറിയാവുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട്. അവിടേക്ക് പോകേണ്ടിയിരുന്ന പയ്യനെന്തോ അസൗകര്യം. നിനക്ക് പോവാമോ? പോകാം അങ്കിൾ. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല അങ്കിൾ. ഒരു വഴിയേ ഉള്ളൂ. അറിയാവുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് വേഗം കിട്ടും. ജയിൽ സൂപ്രണ്ട് ഞങ്ങളുടെ വളരെ ക്ലോസ് ആണ് സാർ. പിന്നെന്താ? ട്രൈ ചെയ്യാം അങ്കിൾ.
ആരാടാ നീ ഞങ്ങളുടെ ബൈക്കിലിരിക്കുന്നു എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ വേണ്ട. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് എടാ, അറിയില്ല വിട്ടേക്ക്. ധൈര്യം ഞാൻ ഉണ്ടെങ്കിൽ ഇറങ്ങി പറയുന്നത് വാടാ. അതൊരു പെണ്ണാ. പെണ്ണാണെങ്കിൽ വിടണമെന്നാ ഇറങ്ങി വാടി ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക് അളിയാ നീ പറഞ്ഞപ്പോ ഞാൻ അപ്പുറോട്ട് വിളിയാ മോനെ, നീ വാ. ആളെങ്ങനെയുണ്ട് സുന്ദരിയാ എങ്കി വാ. ക്യൂട്ടാ ഓ സുന്ദരി സുന്ദരി